ജീവിതശൈലീ രോഗങ്ങളിൽ പ്രധാനമാണ് രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കൂടുന്നത് മൂലമുണ്ടാകുന്ന ഹൃദയാഘാതം, മസ്തിഷ്കാഘാതം തുടങ്ങിയ രോഗങ്ങൾ. ആഹാര രീതി കൊണ്ടും വ്യായാമമില്ലാതാകുന്നതും യുവാക്കൾക്ക് പോലും കൊളസ്ട്രോൾ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ പിടിപെടാറുണ്ട്. രക്തത്തിലെ കൊഴുപ്പ് എന്തുകൊണ്ട് ഉയരുന്നു? കൊളസ്ട്രോളിന്റെ അളവ് കൂടാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ഹോമിയോപ്പതി ചികിത്സകൾ ഏതൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊളസ്ട്രോളും ഹോമിയോപ്പതിയും എന്ന വിഷയമാണ് ഇന്ന് മൈ ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഡിസ്പെൻസറിയിലെ ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലെ ഡോക്ടർ നാസറുള്ളയാണ് നമുക്കൊപ്പം ഉള്ളത്. ഡോക്ടർ സ്വാഗതം. ഇന്ന് കോമൺ ആയിട്ട് കേൾക്കുന്നതാണ് എല്ലാവർക്കും കൊളസ്ട്രോൾ എന്നുള്ള ഒരു ഇത്. എന്താണ് ശരിക്കും കൊളസ്ട്രോൾ എന്ന് പറയുന്നത്? കൊളസ്ട്രോളിന്റെ വേർഡ് മീനിങ്, വാക്കുകൊണ്ടുള്ള അർത്ഥം, കോൾ എന്ന് വെച്ചാൽ ബൈൽ, സ്റ്റെറോൾ എന്ന് വെച്ചാൽ സോളിഡ്. ദാറ്റ് മീൻസ് സോളിഡ് ബൈൽ എന്നുള്ളൊരു വേർഡ് മീനിങ് ആണ്. നമ്മളുടെ ശരീരത്തിന് വളരെ ആവശ്യമായ ഒരു ഘടകമാണ് കൊളസ്ട്രോൾ. പക്ഷേ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ജീവിതശൈലിയിലുണ്ടായ മാറ്റം, ഭക്ഷണത്തിലുണ്ടായിരുന്ന മാറ്റം മുഖേന ഇന്ന് ഒരു പേടി സ്വപ്നം പോലെയാണ് കൊളസ്ട്രോളിനെ ആളുകൾ കാണാൻ തുടങ്ങിയിരിക്കുന്നത്. ശരീരത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഫംഗ്ഷനുകൾ ഈ കൊളസ്ട്രോൾ നിർവഹിക്കുന്നുണ്ട്. ശരീരത്തിലെ കോശങ്ങളുടെ നിർമ്മാണം, കോശങ്ങളുടെ റിപ്പയർ, പല ഹോർമോണുകളുടെയും പ്രൊഡക്ഷൻ, പ്രത്യേകിച്ച് സെക്സ് ഹോർമോണുകൾ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റസ്റ്ററോൺ തുടങ്ങിയ ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ, പല വൈറ്റമിനുകളും ശരീരത്തിലേക്ക് അലിയിച്ചെടുക്കുന്നതിന് വൈറ്റമിൻ എ, ഡി, ഇ, കെ വിഭാഗത്തിൽപ്പെട്ട വൈറ്റമിൻ, ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്, അതിൽ പ്രത്യേകിച്ചും വൈറ്റമിൻ ഡി വലിച്ചെടുക്കുന്നതിന് മുഖ്യമായ പങ്ക് കൊളസ്ട്രോൾ വഹിക്കുന്നു. അതേപോലെ തലച്ചോറിന്റെ പ്രവർത്തനം, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് ശരീരത്തിന്റെ ചൂട് മെക്കാനിസം കൺട്രോൾ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഡയബറ്റിക്കും പ്രഷറും ഒരു പരിധിവരെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കൊളസ്ട്രോള് ഇന്നത്തെ നമ്മളുടെ തെറ്റായ രീതിയിലുള്ള ഭക്ഷണവും എക്സസൈസ് ഇല്ലായ്മയും കാരണമാണ് ഇന്ന് മറ്റ് കൊളസ്ട്രോളിനൊരു വില്ലനായിട്ട് കാണേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഡോക്ടർ, ഈ കൊളസ്ട്രോൾ തന്നെ ഇപ്പം ഡോക്ടർ പറഞ്ഞു, കൊളസ്ട്രോൾ ഒരു പരിധി വരെ ആരോഗ്യത്തിന് കുഴപ്പമില്ലാത്ത ഒരു ഇതാണ്. അതിനെ വേറെ വില്ലനായി ചിത്രീകരിക്കുന്നു പലപ്പോഴും, എക്സസൈസ് പോലെയുള്ള കാര്യങ്ങൾ ഇല്ലാത്തതിന്റെ. ഈ കൊളസ്ട്രോൾ തന്നെ നല്ല കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ എന്ന് പറയുന്ന രീതിയിൽ വേർതിരിച്ച് കേൾക്കാറ്. എന്താണത്? കൊളസ്ട്രോളിന്റെ ഘടകങ്ങൾ മെയിനായിട്ട് അതിനെ തരംതിരിക്കുന്നത് LDL കൊളസ്ട്രോൾ, ദാറ്റ് മീൻസ് LDL, ലോ ഡെൻസിറ്റി ലിപ്പിഡ്സ്, അതിനാണ് ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരും ബാഡ് കൊളസ്ട്രോൾ എന്ന് അതിനെ പറയുന്നുണ്ടെങ്കിലും മാത്രമല്ല ബാഡ് കൊളസ്ട്രോൾ ആയിട്ടുള്ളത്. ട്രൈഗ്ലിസറൈഡും VLDLും എല്ലാം തന്നെ ബാഡ് കൊളസ്ട്രോൾ തന്നെയാണ്. ഡോക്ടർ, നമുക്ക് അതിലേക്ക് വരാമെന്ന് തോന്നുന്ന ഒരു കോൾ ഉണ്ട്. ഹലോ 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 മൈ ഡോക്ടർ ആണ്. എവിടെന്നാ വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത് അങ്കമാലിയിൽ നിന്നാണ്. ഓക്കെ, ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഞാൻ വിളിക്കുന്നത് അങ്കമാലിയിൽ നിന്നാണ്. ചോദിച്ചോളൂ, കേൾക്കാം. എനിക്ക് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പോയി ടെസ്റ്റ് ചെയ്തായിരുന്നേ. അന്നേരം 278 ഉണ്ടെന്ന് പറഞ്ഞു കൊളസ്ട്രോൾ. അത് അങ്ങനെ പ്രോബ്ലം ഉണ്ടാവും? അത് എത്ര വരെ ആവാം? 178 ടോട്ടൽ കൊളസ്ട്രോൾ. അതിന്റെ വിവിധ ഘടകങ്ങൾ നോക്കിയിരുന്നു? HDL, LDL കൊളസ്ട്രോളുകൾ നോക്കിയിരുന്നു? നോക്കിയില്ലായിരുന്നു. ഇത് മാത്രം ടോട്ടൽ കൊളസ്ട്രോൾ. ഏതായാലും അതൊരു ബോർഡർ ലൈൻ. 278 ഉണ്ട്. ഓ, 278 ഉണ്ട് എനിക്ക്. 278, 178 അല്ല. ഓക്കെ, അല്ലല്ല 1 അല്ല, 278. 178 ആദ്യം 278 എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അപകടകരമായ രീതിയിൽ കൊളസ്ട്രോൾ ലെവൽ എത്തിക്കഴിഞ്ഞു. എത്ര പ്രായമുണ്ട്? എനിക്കിപ്പോ 47. 47. എത്ര? വെയിറ്റ് 60. ഹൈറ്റ് 5 അടി ഉള്ളൂ. അപ്പൊ കുറച്ച് വെയിറ്റ് കൂടുതലാണ്. അപ്പൊ നിങ്ങളുടെ വെയിറ്റ് ഒരു 50 കിലോ ആണ് ശരിക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള വെയിറ്റ്. അതുമിട്ട് അല്പം കൂടുതലാണ്. പക്ഷെ കൊളസ്ട്രോൾ ലെവൽ കൂടിയേക്കുന്നതിന് കാരണം ഇല്ല, നിങ്ങളുടെ കുടുംബപരമായ കാരണങ്ങളും നോക്കേണ്ടിയിരിക്കുന്നു. പിന്നെ 47 വയസ്സെന്ന് പറയുമ്പോൾ മെൻസസ് ഒക്കെ നിന്നോ അല്ലെങ്കിൽ യൂട്രസ് എടുത്തു കളഞ്ഞോ? ഇല്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. മെൻസസ് നിന്നിട്ട് ഘടകങ്ങളായിരിക്കാം നിങ്ങൾ ഈ രീതിയിൽ 278 തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് ചികിത്സിക്കേണ്ട കൊളസ്ട്രോൾ ലെവലാണ്. അതല്ലെങ്കിൽ അത് പിന്നീട് ഹാർട്ടിനെ ബാധിച്ച്
മിനിമം എത്രയാവാ ഇത് 200 ആണോ? അല്ല, 200 എന്ന് പറഞ്ഞത് അത് പിന്നെ ബോർഡർ ലൈനാണ്. നമുക്ക് എപ്പോഴും ഡിസൈറബിൾ ആയിട്ടുള്ളത് 160 താഴെ നിർത്താം. 160 മുതൽ 200 വരെ ഭക്ഷണത്തിൽ നിയന്ത്രിച്ചും എക്സസൈസ് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു കൊളസ്ട്രോൾ ലെവലാണ്. 278 തീർച്ചയായിട്ടും എന്റെ ചേച്ചിക്ക് 327 ഉണ്ട്, അതും കൂടുതലാണ് അല്ലേ? തീർച്ചയായിട്ടും പാരമ്പര്യം പറഞ്ഞത് നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പാരമ്പര്യം കിട്ടിയ ഒരു സ്വത്താണത് കൊളസ്ട്രോൾ. ഡോക്ടർ, ഇപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം HDL അപ്പൊ നല്ല കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണം നമ്മൾ ടിഷ്യൂലും ബ്ലഡിലും ഉള്ള കൊളസ്ട്രോളുകളെ അത് ലിവറിലേക്ക് തിരിച്ചെത്തിക്കുന്നു ബ്രേക്ക് ഡൗണിന് വേണ്ടിയിട്ട്. കൊളസ്ട്രോൾ തിരിച്ചാണ് ചെയ്യുന്നത്, ലിവർ കൊളസ്ട്രോളിനെ ബ്ലഡിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് ബ്ലഡിലെ ലെവൽ കൂടി നിൽക്കുന്നു LDL കൊളസ്ട്രോളിന്റെ പ്രവർത്തനം കൊണ്ട്. HDLന്റെ പ്രവർത്തനം കൊണ്ട് ടിഷ്യൂസിലും ബ്ലഡിലുള്ള കൊളസ്ട്രോളിനെ ലിവറിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് കുറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ടാണ് അതിനെ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഡോക്ടർ, ഇപ്പൊ ഈ കോളർ ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നത് ഈ പാരമ്പര്യമായിട്ട് കൊളസ്ട്രോൾ ഒരു തീർച്ചയായിട്ടും ചില ഫാമിലിയിൽ ആ അംഗങ്ങൾക്ക് മുഴുവനും കൊളസ്ട്രോളിന്റെ അളവ് കൂടി കാണാറുണ്ട്. ചിലപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനിയൻ കൊളസ്ട്രോൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. അത് മുമ്പൊക്കെ ഇപ്പൊ വളരെ കുറഞ്ഞു. ഈ കസിൻ മാരേജ് മുഖേന ഉണ്ടാവുന്ന കുട്ടികൾക്ക് ഈ കൊളസ്ട്രോൾ ആണ് ഏറ്റവും ഒരു പ്രധാന വില്ലനായിട്ട് മാറുന്നത്. മിക്കവാറും ആ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഹൈ കൊളസ്ട്രോൾ വരെയും ചെറുപ്രായത്തിൽ തന്നെ ഹാർട്ടിന്റെ രോഗത്തിന് അടിമപ്പെടാറുണ്ട്. നമുക്കൊരു കോൾ ഉണ്ട്, കോളിലേക്ക് പോകാം. ഹലോ ഹലോ, എവിടുന്നാ വിളിക്കുന്നത്? ഇത് സൗദിയിൽ നിന്നാണ്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, എനിക്ക് 227 ഉണ്ട്. 220. എന്ത് പ്രായമുണ്ട്? പ്രായം 37 വയസ്സ്. വെയിറ്റാ? വെയിറ്റ് 80 ഉണ്ട്. ഓക്കെ, ഒബിസിറ്റി. പിന്നെ വെയിറ്റ് വളരെ കൂടുതലാണ്. എത്രയുണ്ട് ഹൈറ്റ്? ഹൈറ്റ് ഏകദേശം 6 അടി അടുത്തുണ്ട്. 6 അടി അടുത്തുണ്ട്. 6 അടി ഉള്ളത് കൊണ്ട് ഒരു നല്ല ഹൈറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം പോകാവുന്ന വെയിറ്റ് ഒരു 75 നിർത്തണം. ഓക്കെ. ഇത് 220 കൂടുതലാണോ ഡോക്ടർ? അതെ, കുറച്ച് കൂടുതലാണ്. അപ്പൊ കുറച്ച് കൂടുതലെന്ന് പറഞ്ഞാൽ 200 വരെയാണ് നമുക്ക് എക്സസൈസ് കൊണ്ടും ഭക്ഷണ നിയന്ത്രണം കൊണ്ടും നിയന്ത്രിക്കാൻ പറ്റുന്നത്. പോയ നിലക്ക് അല്പം മരുന്ന് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതെല്ലാം വളരെ സെഡൻഡറി ഹാബിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് വിഗറസ് ആയിട്ട് എക്സസൈസ് ചെയ്യാം. ആൽക്കഹോൾസ് ഉണ്ടോ? മദ്യപാനം ഉണ്ടോ? ഒരു വാച്ച് കടയാണ്. പടം വാച്ച് റിപ്പയറിംഗ്. അപ്പൊ എക്സസൈസ് കുറച്ച് കുറവാണ്. കുറവാണ്. റൂം അടുത്താണ്, അപ്പം എക്സസൈസ് വളരെ കുറവാണ്. അപ്പൊ എക്സസൈസ് ചെയ്യാം. അതേപോലെ തന്നെ മദ്യപാനം ഉണ്ടെങ്കിൽ ഉണ്ടോ? അതൊന്നുമില്ല. മദ്യപാനം, സ്മോക്കിംഗ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യല്ല നിർത്താം എന്നുണ്ടെങ്കിൽ. പിന്നെ എക്സസൈസ് ചെയ്താൽ തന്നെ കുറയാൻ നോക്കാം. കുറഞ്ഞില്ലെങ്കിൽ ഇതിൽ ഈ 228 വരുമ്പോൾ നേരത്തെ ചോദിച്ച പോലെ നമുക്ക് HDLന്റെ അളവ്, നല്ല കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ ഈ 228 പ്രശ്നമാവില്ല. ഇതറിയാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ കൊളസ്ട്രോളിനെ HDL കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ 5ൽ താഴെ ആയിരിക്കണം. അത് കൊളസ്ട്രോളിനെ HDL കൊളസ്ട്രോൾ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ 3.5ൽ താഴെ ആയിരിക്കണം. അതിൽ കൂടുതൽ ഈ 3.5ലും 5ലും കൂടുതലാണെങ്കിൽ ഹാർട്ടിന് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലുള്ളവരുടെ വിഭാഗത്തിലാണ് ഇവരെ പെടുത്തുക. അപ്പൊ ഒരു ഹാർട്ടിന് കംപ്ലൈന്റ്, കൊറോണറി ആർട്ടറി എന്ന് പറയുന്ന ഹാർട്ടിന്റെ പ്രധാനപ്പെട്ട രക്തധമനികളിൽ രക്തം ഹാർട്ടിന് എത്താത്ത അവസ്ഥ വരും. ആ അവസ്ഥ അതിനും കൂടി ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കൊളസ്ട്രോളിന്റെ അളവും അതേപോലെ ട്രൈഗ്ലിസറൈഡിന്റെ അളവും കുറയ്ക്കേണ്ടതാണ്. ട്രൈഗ്ലിസറൈഡും മറ്റൊരു കൊഴുപ്പാണ്, ഒരു കെമിക്കൽ ഫോമാണ്, ഫാറ്റ്സിന്റെ മറ്റൊരു കെമിക്കൽ ഫോമാണ് ട്രൈഗ്ലിസറൈഡ്സ്. അതും കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഡോക്ടർ, ഈ കൊളസ്ട്രോൾ ഇപ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന എങ്ങനെ? ശരിക്കും ഭക്ഷണ നിയന്ത്രണം എപ്പോഴും പറയുന്നതാണ്. ഈ ഭക്ഷണം ആണോ ഈ കൊളസ്ട്രോളിന്റെ ഒരു? ശരിക്കും കൊളസ്ട്രോൾ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് ഭക്ഷണത്തിലാണെന്ന് പറയുന്നതിനേക്കാളും ശരി നമ്മളുടെ ലിവറിന്റെ ഫംഗ്ഷനിലുള്ള തകരാറാണ് കൊളസ്ട്രോൾ ലെവൽ കൂട്ടുന്നതിന് കാരണം. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന കൊളസ്ട്രോളിന്റെ 80% ലിവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 20% മാത്രമാണ് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ലിവറിൽ അപചയം അല്ലെങ്കിൽ ലിവറിന്റെ പ്രവർത്തനത്തിൽ വരുന്ന വ്യതിയാനം അതാണ് കൊളസ്ട്രോൾ ലെവലിൽ കൂട്ടുന്നത്. 1000 മില്ലിഗ്രാം ഫാറ്റ് ഈ ലിവർ ഉണ്ടാക്കുന്നുണ്ട് ഒരു ദിവസം. നമ്മുടെ ശരീരത്തിനാണ് ആവട്ടെ ആവശ്യമുള്ളത് 150നും 250 മില്ലിഗ്രാമിന് ഇടക്ക് മാത്രമാണ്. ബാക്കി തിരിച്ച് ലിവറിലേക്ക് എത്തുകയും
അതിന്റെ റീസൈക്കിളിൽ വന്ന് അത് വീണ്ടും ഇതിലേക്ക് പോകും. അങ്ങനെ തിരിച്ചു വരാൻ വൈകുന്നത് കൊണ്ട് അത് HDL കുറവുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ ഡോക്ടർ നമുക്ക് ഇതിലേക്ക് വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ 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 മൈ ഡോക്ടറിലേക്ക് ഹലോ 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 ഡോക്ടർ, എനിക്ക് 310 ഉണ്ട് ഈ കൊളസ്ട്രോൾ. 310 ഭയങ്കര വേദന, പല മരുന്നും കഴിച്ചു, വളരെ ഒരുപാട് ചികിത്സ ചെയ്തു, ഒരു മാറ്റവും ഇതുവരെ ആയിട്ടില്ലതാണ്. കൊളസ്ട്രോളിന്റെ വകഭേദങ്ങളൊക്കെ നോക്കിയിരുന്നോ? ട്രൈഗ്ലിസറൈഡ്? അത് കൊളസ്ട്രോൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ മറ്റും നോക്കണം. നമ്മളുടെ HDL വളരെ കുറവാണെങ്കിൽ ഈ 310 വളരെ ഡേഞ്ചർ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പൊ ബാധിച്ചു ഹാർട്ടിന് ഇത് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് BP വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും, ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്, ലിവറിന് അസുഖം വരാൻ സാധ്യത കൂടുതലായിരിക്കും, കിഡ്നിക്ക് അസുഖം വരാൻ സാധ്യത. ഇതിൽ നിങ്ങൾ ഇത് കേട്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇത് പോകാതെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഭക്ഷണ നിയന്ത്രണത്തിലൂടെ മരുന്ന് കഴിച്ചത് കുറക്കുന്നതിലൂടെ സാധിക്കും. അത് കഴിച്ചിരുന്നത് ഇംഗ്ലീഷ് മോഡേൺ മെഡിസിൻ ആണല്ലേ. അപ്പൊ അതിന് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നല്ല മരുന്നുകൾ ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിലുണ്ട്, നല്ല മരുന്നുകൾ. അതുകൊണ്ട് കൊളസ്ട്രോൾ ലെവൽ നല്ലപോലെ കുറഞ്ഞു കിട്ടുകയും നല്ല കൊളസ്ട്രോളിന്റെ അളവ് കൂടി കിട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് മോഡേൺ മെഡിസിൻ ഉപയോഗിച്ച് പരാജയങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷിക്കാവുന്നത് അല്ലെങ്കിൽ ഉറപ്പ് കിട്ടുന്ന റിസൾട്ട് കിട്ടുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഹോമിയോപ്പതിയിലുള്ളത്. തീർച്ചയായിട്ടും ഒരു നല്ല ഹോമിയോ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ അത് പരീക്ഷിക്കാം. ഏതായാലും കൊളസ്ട്രോൾ കുറച്ച് നിർത്തി നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നോക്കണം. ഡോക്ടർ, ഈ കൊളസ്ട്രോൾ പരിശോധനയ്ക്കുള്ള എന്തൊക്കെയാ മാർഗങ്ങളുള്ളത്? കൊളസ്ട്രോൾ പരിശോധിക്കുന്നതിന് വേണ്ടി രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 12 മണിക്കൂറെങ്കിലും അയാൾ ഫാസ്റ്റിംഗ് എടുത്തിട്ട് തന്നെ പരിശോധിക്കണം. തലേ 8 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ പിറ്റേ ദിവസം രാവിലെ 8 മണി കഴിയാതെ പരിശോധിക്കരുത്. 8 മണിക്ക് 10 മണിക്ക് ഇടക്കാണ് പരിശോധിക്കുന്നത്. അതേപോലെ കൊളസ്ട്രോളിന്റെ വകഭേദങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് നടത്തുമ്പോൾ ഒരു 48 അവേഴ്സെങ്കിലും ഹെവി ഫാറ്റ് ഫുഡ്, ഇപ്പൊ നമ്മളെ ബിരിയാണി പോലത്തെ ഒക്കെ കഴിച്ചിട്ട് ചെന്ന് നോക്കണമെങ്കിൽ റിസൾട്ട്. ഡോക്ടർ നമുക്ക് ഇതിലേക്ക് വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഡോക്ടർ. ഹലോ ഹലോ പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. ഞാൻ സൗദിയിൽ നിന്നാണ്. എനിക്ക് കൊളസ്ട്രോൾ ഒരു 230 ഉണ്ട്. പിന്നെ ഈ പുറത്തൊക്കെ ഒരു വേദന എങ്ങനെ വരും? ബാക്ക് സൈഡില് ബാക്ക് എന്ത് ചെയ്യുമ്പോഴാണ് വേദന വരുന്നത്? നമ്മള് രാവിലെ എണീക്കുമ്പോഴൊക്കെ നല്ല വേദന. പക്ഷെ 230 ഉള്ളൂ. ട്രൈഗ്ലിസറൈഡ്സ് കുറവ്, അത് 200 താഴെയാണ്, 170 ആണ്. ഏത് ട്രൈഗ്ലിസറൈഡ്? അപ്പോ ഇത് ഈ 230 കൂടുതൽ. ഞാൻ ഇത് പിന്നെ ടോട്ടൽ കൊളസ്ട്രോൾ ആണ് 230. മൊത്തത്തില് ടെസ്റ്റ് ചെയ്ത് അപ്പൊ ട്രൈഗ്ലിസറൈഡ് 170 എന്ന് പറയുമ്പോൾ അതിന്റെ ബോർഡർ ലൈൻ കഴിഞ്ഞു. അത് ഒരു 150 160 താഴെയൊക്കെ നിർത്തണം. അപ്പൊ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നതിന്റെ 5-1 ഈ വെരി ലോ ഡെൻസിറ്റി ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. ടോട്ടൽ ട്രൈഗ്ലിസറൈഡിന്റെ 5 HDL നോക്കിയിരുന്നോ? അല്ല, നോർമൽ എന്നല്ല. നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും 40 കുറയാൻ പാടില്ല. പക്ഷെ 220 ഉള്ള ആൾക്ക് ഒരു 65-70 എത്തണം. പിന്നെ ഇവിടെ സൗദിയിലെ ഹോസ്പിറ്റലിനുള്ള പരിശോധനയാണ് അത്. പിന്നെ കറക്റ്റ് അങ്ങനെ കിട്ടി. ചില സ്ഥലത്ത് ഒരു സ്ഥലത്ത് ആദ്യം നമ്മളെ സുഹൃത്ത് പോയിട്ട് പരിശോധിച്ച് 600 ഇത് പറഞ്ഞത്. ഏത് പിന്നെ ട്രൈഗ്ലിസറൈഡ് ചിലവർക്ക് അങ്ങനെ കൂടും. ട്രൈഗ്ലിസറൈഡ് 600-700 വരെ എത്താറുണ്ട്. വേറൊരു ഹോസ്പിറ്റലിൽ പോയി പരിശോധിക്കുമ്പോ അത് പിന്നെ 200 താഴെയാണ് കാണുന്നത്. പക്ഷെ ഇവിടുത്തെ പരിശോധന കറക്റ്റ് ഒന്നും ആയിക്കൊള്ളുന്നില്ല. ഏതായാലും 220 കിട്ടിയ നിലക്ക് നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഒന്ന് മദ്യം തീർച്ചയായിട്ടും അത് നിർത്താം, പുക നിർത്തണം. അതേപോലെ തന്നെ അത് കൊളസ്ട്രോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് ലാബില് ടെസ്റ്റില് വിശ്വാസം ഇല്ലെങ്കിൽ ഒരു നല്ല ലാബിൽ കൊടുത്ത് ഒന്നും കൂടെ അത് ഉറപ്പുവരുത്താം. അത് ഇത്ര ചില ഭക്ഷണങ്ങൾ നിയന്ത്രിക്കണം. നമ്മളിപ്പോ സ്നാക്സ് എന്ന് പറഞ്ഞാൽ ലഘുഭക്ഷണമാണ്. പക്ഷെ ലഘുഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലേറ്റ് ഫ്രഞ്ച് ഫ്രൈസ്, അതൊരു 2 ബിരിയാണി കഴിക്കുന്ന കലോറിയാണ് നമുക്ക് തരുന്നത്. അതുപോലെ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ് ഫാറ്റ് മാത്രം കുറച്ചതുകൊണ്ട് കാര്യമില്ല. നമുക്ക് മധുരം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കൂടും.